നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4 മണിക്കും അതുപോലെ അല്ലാത്ത സമയങ്ങളിലൊക്കെ എപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് മെയിനായിട്ട് ബട്ടർ വേണം. ബട്ടർ ഒരു 125 ഗ്രാം ബട്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. മൈക്രോവേവിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേന് ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പം തീ കൂട്ടി വെക്കല്, തീ കുറച്ച് വെച്ചിട്ട് ഇത് അരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറെല്ലാം ഇതുപോലെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് 1/2 കപ്പ് പഞ്ചസാര, ഇത് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഷുഗറും എടുത്തേക്കുന്നത്. അപ്പോൾ വൈറ്റ് ഷുഗർ കുറച്ച് ബ്രൗൺ ഷുഗർ കൂട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് അരിയിച്ചെടുക്കണം. ഒന്ന് മെൽറ്റഡ് ബട്ടറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലും കൂടി ഒഴിക്കുമ്പോഴത്തേന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു 100 ml പാലും കൂടി ഒഴിക്കുക. തിളപ്പിച്ച പാലൊന്നുമല്ല, തണുത്ത പാലാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പം ഞാൻ ചെറിയ സൈസ് മുട്ടയാണ് എടുത്തേക്കണേ. അപ്പോൾ അത് 2 ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറും പഞ്ചസാരയും ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴത്തേന് ഈ മുട്ടയിൽ ഒഴിക്കുമ്പം അത് നല്ലപോലെ തണുത്തിരിക്കണേ, അല്ലെങ്കിൽ മുട്ടയെല്ലാം പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ആ ബട്ടറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ല മൈദ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച്, ഒരു നുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മൈദ ഇടുമ്പം അതൊന്ന് അരിച്ച് ഇട്ടിട്ട് കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചിടാൻ ശ്രദ്ധിക്കുക. അതിപ്പം കട്ടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇട്ടെന്ന് മാത്രം. അപ്പം ഇത് അരിച്ചിടുകയാണെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ടൊരു ബാറ്ററായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു കേക്ക് ടിന്നോ കേക്ക് പാനോ എടുത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ ഓവൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ്. അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് നമ്മളിത് വെക്കുമ്പോഴത്തേന് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു രുചിയാണ്. ആ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റാണ്. നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ നല്ലൊരു രുചിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.